ഒന്നോ രണ്ടോ ആഴ്ചയിൽ തന്നെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടാനായിട്ട് സാധ്യതയുള്ള കുറച്ച് പ്രൈസ് ആക്ഷനും കാര്യങ്ങളൊക്കെയാണ് ബിറ്റ് കോയിനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അത് എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഒരു പ്രൈസ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ വിശദമായിട്ടാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ ഞാൻ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാം. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബിറ്റ് കോയിൻ്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. ആൻഡ് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ഒരു അസെൻഡിങ് വെഡ്ജ് ചാർട്ട് പാറ്റേൺ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ്. അതായത് ഈ ഒരു വെഡ്ജ് ചാർട്ട് പാറ്റേണിൽ കൃത്യമായിട്ട് റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് പ്രൈസ് പോകുന്നത് എന്നുള്ള കാര്യം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ രീതിയിൽ റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്, ആൻഡ് ഇവിടെ ഈ രീതിയിൽ സപ്പോർട്ടും എടുക്കുന്നത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രൈസിന് ഈ ഒരു അസെൻഡിങ് വെഡ്ജ് ചാർട്ട് പാറ്റേണിന് അകത്ത് നിന്നും ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും നാളുകൾ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഏരിയ ബ്രേക്ക് ഔട്ട് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അതൊരു റെസിസ്റ്റൻസ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. പ്രൈസ് അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് തന്നെ തിരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 23,000 അല്ലെങ്കിൽ 24,000 എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് തന്നെ ഈ ഒരു അസെൻഡിങ് വെഡ്ജ് ചാർട്ട് പാറ്റേൺ അകത്തേക്ക് തന്നെ പ്രൈസ് വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് ലൈനിലേക്ക് തന്നെ പ്രൈസ് വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പ്രൈസിനൊരു റിജക്ഷൻ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്, ആൻഡ് പ്രൈസ് വീണ്ടും താഴേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു അസെൻഡിങ് വെഡ്ജ് ചാർട്ട് പാറ്റേൺ ബ്രേക്ക് ഔട്ട് സംഭവിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് ഇനി ഒരു മാർക്കറ്റ് ക്രാഷ് ആണ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നല്ല ഞാൻ പറയുന്നത്. കൃത്യമായിട്ടുള്ളൊരു ടാർഗറ്റ് അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ മുതൽ, അതായത് ഈ ഒരു അസെൻഡിങ് വെഡ്ജ് ചാർട്ട് പാറ്റേൺ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫോം ചെയ്യാനായിട്ട് തുടങ്ങിയത് വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത് ഈ ഒരു 19K എന്ന് പറയുന്ന ഈ ഒരു പ്രൈസ് ആയിരിക്കും നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഏരിയ ആണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു 19,804 എന്ന് പറയുന്ന ഒരു ഏരിയ നമുക്ക് ഇവിടെ ഒരു ടാർഗറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ബെയറിഷ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു അസെൻഡിങ് വെഡ്ജ് ചാർട്ട് പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ടാർഗറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഏരിയ എടുക്കാം. ആൻഡ് ഇവിടെ ഞാൻ വരച്ചിട്ടുള്ള ഈ ഒരു 21,732 മുതൽ 22,392 വരെയുള്ള ഈ ഒരു ഏരിയ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് നമുക്ക് പറയാനായിട്ട് പറ്റും. ഈ ഒരു അസെൻഡിങ് വെഡ്ജ് ചാർട്ട് പാറ്റേണിൽ നമുക്കൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് കിട്ടിയേക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു 22,392 മുതൽ 21,732 വരെയുള്ള ഈ വരച്ചിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ പ്രൈസ് ഒരുപാട് തവണ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. ആൻഡ് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് പ്രൈസ് മുകളിലേക്ക് പോയതും ദെൻ വീണ്ടും ഈ ഒരു ഏരിയ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ടും ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് തന്നെ പ്രൈസ് വീണ്ടും തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ, പ്രൈസ് വീണ്ടും ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പ്രൈസിനൊരു റിജക്ഷൻ കിട്ടാനും പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അസെൻഡിങ് വെഡ്ജ് ചാർട്ട് പാറ്റേണിൽ നിന്നും ഈ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഒരു ബ്രേക്ക് ഔട്ട് ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ട് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്നും ഇവിടെ നിന്ന് ഈ രീതിയിൽ ഈ ഒരു 22,392 എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്നും പ്രൈസിന് റിജക്ഷൻ കിട്ടുകയും അവിടെ നിന്ന് പ്രൈസ് വീണ്ടും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ആൻഡ് ഞാനിവിടേക്ക് മന്ത്ലി CPR ഇൻഡിക്കേറ്റർ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ 22,000 മുതൽ 21,000 വരെയുള്ള ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മന്ത്ലി CPR ലെവൽസ് ആണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു മന്ത്ലി CPR ലെവലിൽ നിന്ന് നമുക്ക് ഇവിടെ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു മന്ത്ലി CPR ലെവലിലേക്ക് പ്രൈസ് എത്തിയപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു റിജക്ഷൻ പ്രൈസിനോട് കിട്ടിയിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ പ്രൈസ് വീണ്ടും ഈ ഒരു ഏരിയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും നമുക്കൊരു പ്രൈസ് റിജക്ഷൻ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഈ ഒരു അസെൻഡിങ് വെഡ്ജ് ചാർട്ട് പാറ്റേൺ വെച്ചുകൊണ്ടും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ലെവൽ വെച്ചുകൊണ്ടും ആൻഡ് CPR ഇൻഡിക്കേറ്റർ, ഒരു മന്ത്ലി CPR ഇൻഡിക്കേറ്റർ വെച്ചുകൊണ്ടും നമുക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. ഓക്കെ, ആൻഡ് ഡെയിലി ടൈം ഫ്രെയിമിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു ചാർട്ട് പാറ്റേൺ എന്ന് പറയുന്നത് ഈ ഒരു പാരാബോളിക് ചാർട്ട് പാറ്റേൺ ആണ്. കഴിഞ്ഞ വീഡിയോസിലെല്ലാം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഈ ഒരു പാരാബോളിക് ചാർട്ട് പാറ്റേൺ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഈ ഒരു പാരാബോളിക് ലൈനിൽ സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് പ്രൈസ് വീണ്ടും ആ ഒരു ഏരിയയിലേക്ക് തന്നെ ഇറങ്ങി വരാനായിട്ടുള്ള സാധ്യതകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഏരിയ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ ലെവൽസ് തന്നെയാണ്. 22K മുതൽ 21K വരെയുള്ള ഈ ഒരു ഏരിയ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് ഒരുപാട് തവണ പ്രൈസ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. അത് ബ്രേക്ക് ഔട്ട് സംഭവിച്ചതിന് ശേഷം പ്രൈസ് ഒരു സപ്പോർട്ട് ആയിട്ടൂടെ ആക്ട് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മൂവ്മെൻറ്റ് കൃത്യമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെയിലി ക്യാൻഡിൽസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ്ഗർ ഹൈ ഷാഡോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഓരോ ക്യാൻഡിൽസും ഫോം ആവുന്നത്. കഴിഞ്ഞ ദിവസം ഫോം ആയിട്ടുള്ള ഈ ഒരു ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ
അതിൻ്റെ ഹൈ ഷേഡോ എത്രത്തോളം വലുതാണെന്നുള്ള കാര്യം കാണാൻ പറ്റും. ആൻഡ് അതിൻ്റെ ബോഡിയും അത്യാവശ്യം നല്ല രീതിയിൽ വലിയൊരു ബോഡി തന്നെയാണ് ആ ഒരു ക്യാൻഡിലുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് നല്ല രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ കാണിച്ചു തരുന്ന ഒരു ക്യാൻഡിലാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇത് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ പ്രൈസ് ഈ ഒരു ഏരിയയിലേക്ക് തന്നെ നമ്മൾ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ഓഫ് സപ്പോർട്ട് എന്ന് എഴുതി വെച്ചിട്ടുള്ള ഈ ഒരു ഏരിയയിലേക്ക് തന്നെ പ്രൈസ് ഇറങ്ങി വരാനായിട്ടുള്ള സാധ്യതകൾ നമുക്കിവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ആൻഡ് നമ്മുടെ ഒരു ഷോർട്ട് ടൈം ടാർഗറ്റ് ഏത് രീതിയിലായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഞാനൊരു 4 hour ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് 4 hour ടൈം ഫ്രെയിമിൽ ഈ ഒരു പാരലൽ ചാനലിനെ പറ്റിയിട്ട് നമ്മൾ വിശദമായിട്ട് തന്നെ സംസാരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. കൃത്യമായിട്ട് ഈ ഒരു പാരലൽ ചാനലിനകത്ത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഏരിയ ഈ ഒരു 23,597 മുതൽ 23,399 വരെയുള്ള ഈ ഒരു ഏരിയ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ പ്രൈസ് ഒരുപാട് തവണ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ്. ആൻഡ് ഈ ഒരു പാരലൽ ചാനൽ ബ്രേക്ക് ചെയ്തതിനോടൊപ്പം തന്നെ ഈ ഒരു ഏരിയയും പ്രൈസോടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതാ കൃത്യമായിട്ടുള്ളൊരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഈ വരച്ചിട്ടുള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് സോണായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. കൃത്യമായിട്ട് ഈ ഒരു ഏരിയയിൽ നിന്നാണ് നല്ല രീതിയിലുള്ള ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റുകളെല്ലാം തന്നെ വളരെ വലിയ രീതിയിലുള്ള ബൈയിങ് പ്രഷർ കയറി വന്നിട്ടുള്ളത് ഈ ഒരു ഏരിയയിൽ നിന്നാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 22,000 എന്ന് പറയുന്ന നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ആ ഒരു 22,000 എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലാണ് നല്ല രീതിയിലുള്ള ഒരു ബൈയിങ് പ്രഷർ കയറി വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്ന ഈ ഒരു 23,000 എന്ന് പറയുന്ന 23,399 മുതൽ 23,597 വരെയുള്ള ഈ ഒരു ഏരിയയിൽ നിന്നും പ്രൈസിന് ഒരു റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ, ഒരു ബാരിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽസ്റ്റിക് അവിടെ ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പിന്നീടുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് 22,770 എന്ന് പറയുന്ന ഈ ഒരു ഏരിയ ആയിരിക്കും. ഓക്കെ, അതായത് ബാരിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെ നമുക്ക് ഇവിടെ നിന്നൊരു ബാരിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പ്രൈസ് ആക്ഷൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് എപ്പോഴാണ് നമുക്കൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് വീണ്ടും ഈ ഒരു പാരലൽ ചാനലിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. ആ ഒരു പാരലൽ ചാനലിനകത്തേക്ക് കടക്കാത്തിടത്തോളം നമുക്ക് ബുള്ളിഷ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ പറയാനായിട്ട് സാധിക്കില്ല. ആൻഡ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു 4 hour ടൈം ഫ്രെയിമിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രൈസ് ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗംഭീരമായിട്ടുള്ള സെല്ലിംഗ് പ്രഷറാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫോം ആയിട്ടുള്ള ക്യാൻഡിൽസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ഗ്രീൻ ക്യാൻഡിൽസ് നോക്കുകയാണെങ്കിൽ വളരെ വീക്ക് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽസ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ബാരിഷ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ടൈം ടാർഗറ്റ് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഒരു മന്ത്ലി CPR ഇൻഡിക്കേറ്ററിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ മന്ത്ലി CPR ലെവൽസിലേക്ക് തന്നെയാണ് നമ്മുടെ ഈ ഒരു എന്താ പറയുക നമ്മൾ ഈ വരച്ചിട്ടുള്ള ഈ ഒരു ഡിമാൻഡ് സോണും വരുന്നത് ആ ഒരു മന്ത്ലി CPR ലെവലിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മന്ത്ലി CPR ലെവലിലേക്ക് തന്നെ പ്രൈസ് ഇനിയും ഇറങ്ങി വരാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്താം. അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾ എടുത്താൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ട് കളഞ്ഞേക്കാം. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്, അടുത്ത വീഡിയോയിൽ കാണാം.